Hey guys, ഇന്ന് ഞാനൊരു അടിപൊളി ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്മോക്ക് എഫക്റ്റ് ഉപയോഗിച്ചൊരു അടിപൊളി ടെക്സ്റ്റ് ഇൻട്രോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. നമുക്ക് ഇതിന് ആദ്യമായി ആവശ്യമുള്ളത് കൈൻ മാസ്റ്ററിനെ ഏൽപ്പിക്കുകയാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 16:9 എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിൽക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് നീട്ടാൻ പറ്റും. ഒരു 10 സെക്കൻഡ് വരെ ആക്കുകയാണ്. എന്നിട്ട് ഒരു സെക്കൻഡ് കറക്റ്റ് 1 സെക്കൻഡിൽ ഏകദേശം 1 സെക്കൻഡാണ്. അവിടെ നമുക്ക് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ലെയറിൽ പോയിട്ട് ടെക്സ്റ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് വേണ്ട പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഫ്ലിസ് ടെക് എന്നാണ് കൊടുക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ കൊടുക്കുന്നത്. കൊടുക്കുന്നത് മുഫ്ലിസ്. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ റെഡിയായി. ഇനി നമ്മളിത് ചെറിയ ഇതാണ്, അപ്പോൾ നമുക്കൊന്ന് വലിയ സൈസാക്കി കൊടുക്കാം. ഇത്ര സൈസാക്കാം. എന്നിട്ട് ഇൻ ആനിമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത് ഫുള്ളും ഉണ്ടായിട്ടത് ഇത്ര ആക്കിയതിന് ശേഷം നമുക്ക് ഇൻ ആനിമേഷൻ ക്ലിക്ക് ചെയ്യാം. ഇൻ ആനിമേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് അടിയിൽ പോയാൽ ഇതുണ്ടോ വൈപ്പ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അത് നമുക്കൊരു 3.5 ആക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലെയറിൽ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ബേസിക് എഫക്ട്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വരും. അപ്പോൾ നമുക്ക് അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് രണ്ടും കറക്റ്റായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ എഫക്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു അക്ഷരത്തിൻ്റെ വലുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു അക്ഷരത്തിൻ്റെ വലുപ്പത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലൊരു കീയുടെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ യു അപ്രത്യക്ഷപ്പെടും. അപ്പോൾ നമുക്ക് ആ യുയിലേക്ക് ഇത് എഫക്ട്സ് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് മുമ്പ് പോകുമ്പോൾ എഫ് ഉണ്ടാവും, അത് എഫിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ എല്ല് വരും, അത് എല്ലിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഐ വരും, ഐയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ എച്ച് വരും, അപ്പോൾ എച്ചിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെയാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ എസ് വരും, എസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ ടി വരും, അപ്പോൾ നമുക്കത് ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നീട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇ വരും, നമുക്കത് ഇയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ സി വരും, അപ്പോൾ സിയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ എച്ച് വരും, എച്ചിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തൊട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ അത് ഓരോന്നും ബ്ലറായി പോകുന്നത് നമുക്ക് കാണാം. ഇനി ഇതിന് ശേഷം പിന്നെയും ആ കറക്റ്റ് പ്ലേസിൽ തന്നെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എഫക്റ്റിൽ പോയിട്ട് വേവ് വാർപ്പ് പറഞ്ഞാണ്ട് 2 പറഞ്ഞാണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് കൈൻ മാസ്റ്റർ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു വേവ് മാതിരിയായിരം. അത് നമുക്ക് ഒരു അക്ഷരത്തിന് മേലാക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ മേലാക്കിയിട്ടുണ്ട്.
ഒരു അക്ഷരത്തിനെ മേലിലാക്കി എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കാണ്. ഓക്കെ, എന്നിട്ട് കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് പോവും. യു അപ്രത്യക്ഷപ്പെടുമ്പോൾ യുവിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നീട് എഫ് ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് തുറന്ന് നോക്കുമ്പോൾ കാണാം ഒരു സ്മോക്ക് എഫക്റ്റിൽ നമ്മൾ പോകുന്നുണ്ട്. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ലെയറിൽ മീഡിയയിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ സംഭവം. അത് നമുക്കൊരു റൈറ്റ് സൈഡിലേക്ക് കുറച്ചാക്കി കൊടുക്കുക. എന്നിട്ട് അടിയിൽ പോയിട്ട് ബ്ലെൻഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ബ്ലെൻഡിങ് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ബ്ലെൻഡിങ്ങിൽ സ്ക്രീനിങ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ഒരു എന്താ പറയുക കറക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കാം. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. വലുതാക്കി കൊടുക്കാൻ പറ്റും, അത് വലുതാക്കി കൊടുക്കാം. എന്നിട്ടൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സൂപ്പറായി വരും. അപ്പോൾ കറക്റ്റ് ഒരു സ്മോക്ക് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നീട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അടിയിലായിട്ട് ഷെയറിൻ്റെ അടിയിലായിട്ടൊരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അതിൽ വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഫെയ്ഡ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് റെഡിയാക്കാം. ഇനി നമ്മളിതൊന്ന് വീഡിയോ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ഫെയ്ഡായി പോകുന്നത് കാണാം. അപ്പോൾ മുഫ്ലി സ്റ്റാക്ക് ഒന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഫെയ്ഡായി പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. ദാറ്റ്സ് ഓൾ. ഐ ആം സൈനിങ് ഔട്ട്.